إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നിരവധി അനുഗ്രഹങ്ങളിൽ സൗഭാഗ്യങ്ങളിൽ ഒന്നാമത് കൊണ്ടുവരാൻ പറ്റുന്ന, ഏറ്റവും ഒന്നാമതായി എണ്ണാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് ഹിദായത്താണ്. നമുക്ക് സന്മാർഗത്തിൻ്റെ വഴി ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ്. നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യർ യഥാർത്ഥ ഇസ്ലാമിനെ നെഞ്ചേറ്റാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ഷഹാദത്ത് പ്രഖ്യാപിക്കാനും കഴിയാതെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ
യഥാർത്ഥ ഇസ്ലാമിനെ കണ്ടെത്താനും അതിൻ്റെ അഖീദയും അതിൻ്റെ പ്രമാണങ്ങളോടുള്ള സമീപനവും ഒക്കെ അത് ക്ലിയറാക്കി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലുത്. അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്നതായ ഒരു കാര്യമാണ്. അത് കളങ്കപ്പെടുത്താതെ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ആ ഹിദായത്തോടെ മരണപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അപ്പോൾ ആ ഹിദായത്ത് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, ഒരാൾ 40 കൊല്ലം ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്, പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ തെറ്റായ ചിന്താധാരകളിലേക്ക് ഒരാൾ കടന്നുപോയി, അയാൾ അവസാന സമയത്ത് പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു മുഴം അകലെ നിന്ന് അയാൾ നരകാവകാശിയായി മാറുന്നു. അത്തരം ധാരാളം അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ച് മരിക്കുന്നത് വരെ ഈ സന്മാർഗത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ സന്മാർഗത്തിലാണെങ്കിലും നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഹിദായത്ത് നൽകുന്നത് അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, കുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹുവിന്റെ ഹുദയാണ്, സന്മാർഗമാണ്, മാർഗദർശനമാണ് യഥാർത്ഥ ഹുദ. വ ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ, എന്നാൽ ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനിന് കീഴ്പ്പെടാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന് കീഴൊതുങ്ങി അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമാണ്. യഥാർത്ഥ സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുദയാണ്. അള്ളാഹു മനുഷ്യരെ യഥാർത്ഥ സന്മാർഗത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. അതിനാണ് ലോകത്ത് അമ്പിയാക്കൾ കടന്നു വന്നത്. 1 ലക്ഷത്തിലേറെ പ്രവാചകന്മാർ വ്യത്യസ്ത നാടുകളിലേക്ക് അള്ളാഹു അയച്ചത് എന്തിനാണ്? ഈ ഹിദായത്തിന്റെ വഴി മനുഷ്യരെ പഠിപ്പിക്കാനാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ്, നന്മയുടെ വഴി പഠിപ്പിക്കാനാണ്, ശാന്തിയുടെ ആ വഴി, സമാധാനത്തിന്റെ ആ വഴി പഠിപ്പിക്കാനാണ്. അതാണ് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ ചൊവ്വായ പാതയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? ഹിദായത്തിലാക്കുന്നു. അവിടെ വഴിപിഴച്ച മനുഷ്യരെ ഹിദായത്തിലാക്കിയത് അള്ളാഹുവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും വാല്ലുൻ, നിങ്ങളെല്ലാം ഒരു വഴികേടിന്റെ വഴിയിലായിരുന്നു, നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നു. ഇല്ലാമൻ ഹദൈതഹു, ഞാൻ സന്മാർഗത്തിലാക്കിയവരൊഴികെ, ഫസ്തഹ്ദൂനി, അതിനാൽ നീ ഹിദായത്തിനെ തേടുക, ഞാനത് അഹ്ദീക്കും, നിങ്ങൾക്ക് ഞാനത് നൽകുന്നതാണ്. അപ്പൊ ഹിദായത്തിനെ ചോദിക്കാനും നിങ്ങൾക്ക് ലലാലത്തിൽ നിന്ന് ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്നതും അള്ളാഹുവാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്കറിയാം, അത് സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ തറവാടിത്തം കൊണ്ടോ ഒരാൾക്ക് ലഭിക്കുന്നതല്ല. ഇസ്ലാമിലെ സന്മാർഗത്തിന്റെ വഴി സ്വീകരിക്കപ്പെടുക, അതിനുള്ള തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് പോലും ഇത് കിട്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? അഷ്റഫുൽ ഖൽഖാണ്. ആ അഷ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബ ബന്ധമുള്ളവർക്ക് ലഭിക്കാതെ പോയ മഹാ അനുഗ്രഹമാണ് ഹിദായത്ത്. അതിൽ ധാരാളം ആളുകളെ നമുക്ക് എണ്ണാനുണ്ട്. അതില് അബൂ ത്വാലിബ്, അതേപോലെ അബൂ ലഹബ്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി കുടുംബത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, പ്രവാചകനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളിലുള്ളവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ ലഭിക്കാതിരുന്ന മഹാ സൗഭാഗ്യം. അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 8-ാമത്തെ വയസ്സ് മുതൽ അബ്ദുൽ മുത്തലിബിന്റെ മരണത്തോടെ പ്രവാചകന്റെ കഫാലത്ത്, സംരക്ഷണം പൂർണ്ണമായും അബൂ ത്വാലിബാണ് ഏറ്റെടുക്കുന്നത്. അബ്ദുള്ളയുടെ സഹോദരൻ. അത് പ്രവാചകന് നുബുവത്ത് കിട്ടിയും 10 കൊല്ലം അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തെ സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയം വരിക്കാമെന്നാണ്, നിങ്ങൾക്ക് വിജയിക്കാം. ഇതുവരെ പറഞ്ഞ ശിർക്കിൽ നിന്നെല്ലാം, അതേപോലെ പാരമ്പര്യവാദം പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്ന തെറ്റായ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ തട്ടി പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ്. പക്ഷേ അബൂ താലിബ് അവിടെയുള്ള പരിസരത്തുള്ള ആളുകളെ നോക്കി. അവിടെ ഖുറൈശി പ്രമുഖന്മാരുണ്ട്. അവര് പറഞ്ഞത്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? നമ്മൾ കാരണവന്മാർ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ വന്ന ആ ആശയത്തെ നിങ്ങൾ കൈയൊഴിയുകയാണോ? അവിടെ അബ്ദുൽ മുത്തലിബ് അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. മരണാസന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് അബൂ ത്വാലിബ് പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ വഴിയിലാണ് എന്ന് പറഞ്ഞ ഈ മില്ലത്തിലാണ് ഞാൻ മരണപ്പെടുന്നത് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള തൗഫീഖ് കിട്ടിയില്ല. പ്രവാചകൻ ഏറെ സങ്കടമുണ്ടായ സമയമാണ്. അവിടെയാണ് സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്ത്. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടിയ ഹിദായത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന്റെ ഏറ്റവും അടുത്ത അഷ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും പ്രവാചകന് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഹിദായത്തിന്റെ ഉടമസ്ഥത അള്ളാഹുവിന്റെ കയ്യിലാണ്, പ്രവാചകന്റെ കയ്യിലല്ല. ഹിദായത്ത് ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തു ഖസസിൽ 56-ൽ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ താങ്കൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അങ്ങനെ നബിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. പിന്നെ നബിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഹിദായത്തിന്റെ വഴി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ദഅവത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് പിന്നെ അതേപോലെ തന്നെ പരലോകവും അതേപോലെ അള്ളാഹുവിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാം? അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ വഴിയാണ് ശരി, ഈ ശരിയാണ് സിറാത്തുൽ മുസ്തഖീം. പക്ഷെ ഹിദായത്ത് കൊടുക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നു. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ ആരാണ് നേർവഴിയിലാകുന്നത്? അള്ളാഹുവിന് നല്ലവണ്ണം അറിയുന്നതാണ്. മുഹ്തദീങ്ങളാരാണ്? ഇവിടെ ഖൈബർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷി നിർത്തി ആമിർ ബിൻ അഖ്വ പാടിയ ഒരു കവിത സ്വഹീൽ ബുഖാരിയിൽ കാണാം. ഇമാം ബുഖാരിയുടെ 6118-ാമത്തെ ഹദീസിൽ കാണാം. അദ്ദേഹം പാടിയ കവിത അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന എന്നാണ്. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്തിലാകുമായിരുന്നില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നൽകാൻ കഴിയാത്ത, പ്രവാചകന്മാരുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് ലഭിക്കാതെ പോയ മഹാസൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ മുസ്ലിമീങ്ങളായി ജനിച്ചു. അതേപോലെ തന്നെ ആ വഴിയിലൂടെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ആ രൂപത്തിൽ ഹിദായത്തിന്റെ വഴി നമുക്ക് സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇവിടെ അടിമകളായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആർക്കാണ് ഹിദായത്ത് കിട്ടിയത്? കിട്ടാതെ പോയത് അബൂ ത്വാലിബിന് കിട്ടിയില്ല, അബൂ ലഹബിന് കിട്ടിയില്ല. അവിടെയുള്ള ഖുറൈശി പ്രമുഖന്മാരായ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടുമൊക്കെ മേൽക്കോയ്മ നേടിയവർക്ക് കിട്ടിയില്ല. എന്നാൽ കിട്ടിയത് ആർക്കാണ്? പാവങ്ങളായ അടിമകളായ ആളുകൾക്ക് അല്ലാഹു അതിനുള്ള തൗഫീഖ് കൊടുത്തു. അടിമകളായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു. ഇത് ആർക്കാണ് ലഭിക്കുക എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത് ലഭിച്ചവൻ മഹാസൗഭാഗ്യവാനാണ്. അത് ലഭിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഹിദായത്തിലാണോ എന്ന് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? വിലയിരുത്തി ഉറപ്പുവരുത്തി നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. തിന്മകളാകുന്ന ഇരുട്ടിൽ നിന്നുള്ള രക്ഷയും മോചനവുമാണ് ഹിദായത്തിന്റെ ഒരു ഭാഗം. അതാണ് തിന്മകളാകുന്ന പുതിയ കാലഘട്ടത്തിൽ എല്ലാ തിന്മകളും സാർവത്രികമായി നടക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടം, ജാഹിലിയത്ത് എന്ന് നമ്മൾ പറയുന്ന അതിന് സമാനമായ ഒരു കാലഘട്ടമാണ്. ഇതിൽ നിന്നുള്ള രക്ഷയും മോചനവുമാണ് ഹിദായത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹുവിന്റെ തൃപ്തി തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് അവൻ നയിക്കുന്നു. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അവൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, നൂറിലേക്ക് അവൻ പുറത്തു കൊണ്ടുവരുന്നു, അവരെ കൊണ്ടുവരികയും ചെയ്യുന്നു. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. നേരായ പാതയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവാണ് എന്ത് ചെയ്യണത്? ഇതിനുള്ള സൗഭാഗ്യം തരുന്നത്. അൻസ്വാരികളായ ആളുകളോട് പ്രവാചകൻ പറഞ്ഞ കാര്യം ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം. ശ്രദ്ധേയമായ ഒരു കാര്യം, യാ മഅ്ശറൽ അൻസ്വാർ,
നമുക്കറിയാം സഹാബികളിൽ അൻസാരികളും മുഹാജിറുകളും ഉണ്ട്. അൻസാരികളോട് പ്രവാചകൻ പറയുന്നത് അലം അജിദ്കും വല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി, അല്ലയോ അൻസാറുകളെ, നിങ്ങൾ വഴി പിഴച്ചവരായിരുന്നില്ലേ, നിങ്ങൾ ദലാലത്തിലായിരുന്നില്ലേ, നിങ്ങൾ ദുല്ലാലികളായിരുന്നില്ലേ, ഫഹദാകുമുല്ലാഹു ബി, ഞാൻ കാരണം അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത്, ഞാൻ ഹിദായത്ത് നൽകുന്നില്ല, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചു, സഹാബികളായി, നിങ്ങൾ ആ ഏറ്റവും മഹനീയമായ വഴിയിലായി. അപ്പൊ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അവിടെ യുദ്ധം ചെയ്തിരുന്ന, വിശ്വാസപരമായ കാര്യത്തിൽ വലിയ അബദ്ധങ്ങൾ വെച്ചുകൊണ്ടിരുന്ന, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധനകൾ സമർപ്പിച്ച, മൺമറഞ്ഞു പോയ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും നേർച്ച വഴിപാടുകളും ബലിയർപ്പണങ്ങളും സുജൂദുകളും എല്ലാം നടത്തിയ അവിടെ മക്കയിലെ ആളുകൾ അല്ലെ, അവരെയാണ് കുൻതും ഖൈറ ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ജനപദത്തെ ഹിദായത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചത്? അവിടെ അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീഖ് കൊടുത്തു. ഉന്നതരായിരുന്ന പലർക്കും ലഭിക്കാതിരുന്ന സൗഭാഗ്യമാണ്, ആ കാലഘട്ടത്തിൽ ലഭിക്കാതിരുന്ന സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ വില മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ വളരെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഹിദായത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ, പൈശാചികമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകും. അതൊരു പക്ഷെ ഏതെങ്കിലും ഒരു തിന്മയുടെ ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹിദായത്തിന്റെ റൂട്ടിൽ നിന്ന് ശൈത്താൻ നമ്മളെ റാഞ്ചിക്കൊണ്ടുപോവുക. സകല തിന്മകളും അലങ്കാരമായി അത് പുതുമയും നൽകി ശൈത്താൻ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തും. അതിലൊരു അബദ്ധം സംഭവിക്കുന്നതിലൂടെ അയാൾ എന്ത് ചെയ്യും, മെല്ലെ അതിലൂടെ അവനെ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് പിടിച്ചു പോകും. അതിന് അലങ്കാരമായി തോന്നും. പുതിയ കാലഘട്ടത്തിൽ അതൊരു തെറ്റാണോ, അതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? അത് നിരന്തരം ചെയ്ത ഒരാള് ശൈത്താൻ കൊണ്ടുപോകും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിലെ 8-ാമത്തെ ആയത്ത്, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന, എന്നാൽ തന്റെ ദുഷ്പ്രവൃത്തികൾ അലങ്കൃതമായി തോന്നിക്കപ്പെട്ടു. അപ്പൊ ശൈത്താൻ ചെയ്തെന്താണ്? ചെയ്യണ തെറ്റാണ് എന്നല്ല, ഇതൊരു തെറ്റായ കാര്യമല്ല, ഇതൊരു നല്ല കാര്യമാണ്, ഓന സീനത്തുള്ളതായിട്ടാണ് തോന്നുന്നത്, അലങ്കാരമായി അവന് തോന്നിപ്പിക്കപ്പെട്ടു. അത് തോന്നിപ്പിച്ചതാരാണ്? ശൈത്താനാണ്. എന്നാൽ ഫറആഹു ഹസന, അവനത് നല്ലതായി കാണുകയും ചെയ്തു. അവന്റെ കാര്യം എന്താണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാ, അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴി പിഴവിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴിയെ നിരന്തരം തേടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിഹ സൂറത്ത് എത്ര വട്ടം ഓതുന്നു? ഒരു ദിവസം 17 തവണ നിർബന്ധമായി നമ്മൾ ഹൃദയത്തിൽ തട്ടി ഫാത്തിഹ സൂറത്ത് ഓതണം. അതില് സൂറത്തു ദുആ എന്നൊരു പേര് വരാൻ കാരണം തന്നെ എന്താ? ഫാത്തിഹയിൽ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഹിദായത്തിനെ ചോദിച്ച ദുആയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മള് 17 തവണ നിർബന്ധമായും അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ ഹിദായത്തിലായതിനു ശേഷവും എന്തിനാണ് ഹിദായത്ത് ചോദിക്കുന്നത്? ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഇത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് നിലനിർത്തി തരാനാണ്, ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരാനാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇഹ്ദിന, ഞങ്ങൾക്ക് സന്മാർഗത്തിലൂടെ നയിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തേണമേ. കാരണം ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന പോയിന്റ് ഇതാണ്. ഈ യഥാർത്ഥ സന്മാർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ എപ്പോൾ തെറ്റിപ്പോകുന്നോ അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിന്റെ വഴിയിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആലോചിച്ച് നമ്മൾ ഈ വഴിയിലാണെന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹു യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അവൻ ജനിച്ചത് എങ്ങനെയാണ്? ഈ ഒരു ക്ലാരിറ്റി ഉള്ള മനസ്സ്, ശുദ്ധമായ ഒരു ഹൃദയവുമായിട്ടാണ് അവൻ വന്നത്. പിന്നെ എവിടെയാണ് അവൻ പിഴച്ചുപോയത്? ഒരുപക്ഷെ അവന്റെ പാരന്റ്സിലൂടെയാണ്, അവന്റെ സുഹൃത്തു ബന്ധങ്ങളിലൂടെയാണ്, അവന്റെ നാടിന്റെ സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പൊ അവൻ കണ്ടു ശീലിച്ചത് എന്താണ്? എല്ലാവരും ഈ ബിദ്അത്തുകൾ ചെയ്യുന്നതാണ്. അപ്പൊ അവര് ചോദിച്ചപ്പോൾ പറഞ്ഞ കാലങ്ങളായി ഇങ്ങനെയാണ് നടക്കുന്നത്. അവൻ കണ്ട ശിർക്ക് അവൻ അതങ്ങനെ ഏറ്റ് അവനും അത് ചെയ്യാണ്. പക്ഷെ അതിനെപ്പറ്റി അവൻ ചിന്തിക്കണം. അവന്റെ യഥാർത്ഥ ഫിത്രത്ത് എന്തായിരുന്നു? അള്ളാനെ മാത്രം ആരാധിക്കുക, അള്ളാഹിനോട് മാത്രം സഹായം നേടുക, അതിനിടയിൽ ഒരാളുമില്ല. ഇതാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര
ഫിത്ര എന്ന് പറഞ്ഞ ഫിത്രത്തിലാണ് എല്ലാവരും ലോകത്ത് ജനിച്ചു വീഴുന്നത്. ഒരു ഹൈന്ദവന്റെ മകനും ഒരു ജൂതന്റെ മകനും ജനിച്ചു വീഴുന്നത് അള്ളാഹുവിനെ മാത്രം, ലോകത്തിന്റെ സൃഷ്ടാവായ ഏകനായ അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ശുദ്ധപ്രിയ. അതിനോടാണ് കുട്ടികൾ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. പക്ഷെ അവരെവിടെയാണ് തെറ്റിപ്പോയത്? അവനെ യഹൂദിയാക്കിയത് അവന്റെ മാതാപിതാക്കളാണ്, അവനെ നസ്രാണിയാക്കിയത് അവന്റെ മാതാപിതാക്കളാണ്, അവനെ മജൂസിയാക്കിയത് അവന്റെ മാതാപിതാക്കളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ വഴിയിലല്ല അവൻ പോകേണ്ടത്. അവന് വിശേഷ ബുദ്ധി കൊടുത്തു. അവന്റെ സാഹചര്യങ്ങളിൽ നിന്ന് യഥാർത്ഥ വഴിയെ, ശുദ്ധ പ്രകൃതി അവൻ കണ്ടെത്തണം. അതാണ് ഫിത്രത്തിലേക്ക് അവൻ മടങ്ങണം. ഫിത്രത്തിൽ നിന്ന് തെറ്റിപ്പോയത് അവിടെയാണ്. അപ്പൊ പിശാച് പല രൂപത്തിൽ അവനെ കൊണ്ടുപോവുകയാണ്. അവന്റെ സുഹൃത്തുക്കൾ മതമില്ലാത്തവരാണ്, അവന്റെ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ മതമില്ലാത്തവരാണ്, മരണാനന്തരം ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ജീവിതം ഇവിടെ ഈ ദുനിയാവിൽ തീരുന്നതാണ്, ഇവിടെ പരമാവധി അടിച്ചു പൊളിക്കുക, അത് പറയുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആത്മബന്ധത്തിലൂടെ അവനെ ഒരുപക്ഷെ എന്ത് ചെയ്യാം, ദീനിന്ന് കൊണ്ടുപോകാം. അപ്പൊ സാഹചര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് ചിലർ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്, യുക്തിവാദങ്ങളിലേക്ക് പോകുന്നത്. മോഡേൺ ഇസ്ലാം എന്ന് അവതരിപ്പിക്കുന്ന പല ആളുകളും ഇസ്ലാമിന്റെ പലതിനെയും അത് അവിടെ വെച്ചുകൊണ്ട് അത് അങ്ങനെയാണ് സർവമത സത്യവാദം പോലും അവതരിപ്പിക്കുന്നത്. ഏതു മതത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കുക. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളൊരു നല്ല സ്നേഹവും സൗഹൃദവും ഒക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനായി നിങ്ങൾ ജീവിച്ചാൽ മതി. അപ്പൊ ആളുകൾക്ക് അത് ഭയങ്കര അട്രാക്റ്റ് ഉള്ള ആശയങ്ങളായി തോന്നുകയാണ്. പക്ഷെ തീർത്തും തെറ്റായ കുഫറിന്റെ ആശയങ്ങളെ ആളുകൾ പ്രചരിപ്പിക്കുന്നു. ആളുകൾ ശരിയായ റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തെറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വൈന്നീ ഖലഖ്തു ഇബാദി ഹുനഫാ കുല്ലുഹും, നിശ്ചയമായും ഞാൻ എന്റെ അടിമകളെ നല്ല ഋജു മനസ്കരായിട്ടാണ് പടച്ചിരിക്കുന്നത്. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് പഠിച്ചത്. വഇന്നഹും അത്തതുഹും അശ്ശയാത്തീനു ഫജ്താലതുഹും അൻ ദീനിഹിം, പിശാച് അവരിലേക്ക് അവരുടെ ദീനിൽ ഫിത്നകൾ ഫസാദുകൾ ഉണ്ടാക്കി അവരെ തെറ്റിച്ചു കളയുന്നു. അപ്പൊ മുമ്പ് ഒരു സമൂഹം ഒന്നടങ്കം തിന്മയായി കണ്ടിരുന്ന പലതും ഇന്ന് ആളുകൾ എന്ത് ചെയ്യാണ്, അതൊരു പ്രശ്നമല്ല. ലെസ്ബിയൻ എന്ന പേരിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്നില്ലേ, പെണ്ണും പെണ്ണും ഒന്നിച്ചു ജീവിക്കുന്നു, ആർക്കും പ്രശ്നമല്ല. പെണ്ണും പെണ്ണും ജീവിക്കുന്നു. ഒരു സമൂഹത്തെ മുച്ചൂടും നശിപ്പിച്ച് ഇന്നും ലോക ഭൂപടത്തിൽ ഡെഡ് സീ എന്നറിയപ്പെടുന്ന ചാവുകടൽ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം, ലൂത്ത് നബിയുടെ സമൂഹം ആദ്യം ചെയ്ത സ്വർഗാനുരാഗം എന്ന വലിയ തിന്മ നടന്ന ഒരു പ്രദേശം ഇന്നും നിലനിൽക്കുകയാണ്. പക്ഷെ ഇന്നും നമ്മുടെ നാട്ടില് ലെസ്ബിയൻ കപ്പിൾസ് എന്ന പേരില് ദാമ്പത്യം മുന്നോട്ട് പോകുന്നു. ആണും ആണും പെണ്ണും പെണ്ണും ഇന്നും അത് അള്ളാഹ് നിലനിർത്തിയിരിക്കുകയാണ്. ഇതാ ഈ തിന്മ ചെയ്തവരെ അള്ളാഹു 3 രൂപത്തിൽ ശിക്ഷിച്ചതിന് ഉദാഹരണം, അവർക്ക് ചുടുകല്ലുകൾ വർഷിപ്പിച്ചു, കീഴ്മേൽ മറിക്കപ്പെട്ടു, ഘോര ശബ്ദം വന്നു. ഒരു സമൂഹത്തെയും അള്ളാഹു ഇങ്ങനെ നശിപ്പിച്ചിട്ടില്ല. അങ്ങനെ പല പേരുകളിൽ ഇതിനെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത് മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെ ഒരു മടിയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ വാദിക്കാൻ വേണ്ടി മുന്നോട്ട് വരും. എന്താ സംഭവിക്കുന്നത്? ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. കൃത്യമായി നിസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, പെട്ടെന്ന് പറയാണ് നോമ്പെടുക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. അപ്പൊ എന്ത് പേരിട്ടാലും സമൂഹം ഒന്നാകെ അതിനെ അനുകൂലിച്ച് നടന്നാലും മുസ്ലിമീങ്ങളുടെ പോളിസി എന്താണ്? ഒരു നാട്ടിലെ എല്ലാവരും ചെയ്യുന്നു എന്നാണ്. 1999 ആളും ഒരു കാര്യം ചെയ്താൽ അത് ശരിയാകില്ല. ആ ഒരാളാണ് ശരിയെങ്കിൽ ആ ഒന്നാണ് ശരി. അയാൾ പ്രമാണങ്ങളോടും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോടും കൂറുപുറത്തിയില്ലെങ്കിൽ ആ ഒരാളാണ് ശരിയുടെ പക്ഷം. 999 അത് തിന്മയുടെ പക്ഷമാണ്. കാരണം തിന്മയും നന്മയും തീരുമാനിക്കേണ്ടത് ലോകത്തിന്റെ പടച്ചവനാണ്, സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ റബ്ബാണ്. തിന്മകളെ വെള്ളപൂശി കാണിക്കുന്നത് പിശാചാണ്. അതേപോലെ മതനിയമങ്ങളെ നിസ്സാരമായി തോന്നിപ്പിക്കുക. മതത്തിന്റെ നിയമങ്ങൾ പ്രവാചകൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണല്ല, എല്ലാം വഹിയാണ്. പ്രവാചകന്റെ വാക്കുകൾ വഹിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ സ്വന്തം തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല. ദീനായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മതനിയമങ്ങളെ നിസ്സാരമാക്കുക, പരിഹസിക്കുക, നിഷേധിക്കുക, ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അതേപോലെ ഹറാമായ ആഘോഷങ്ങളിൽ പങ്കാളികളാവുക. മുസ്ലിമിന് കൃത്യമായ ഐഡന്റിറ്റികളുണ്ട്, അത് നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോവേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? മുസ്ലിം സമൂഹം തെറ്റി അവിടെ യഥാർത്ഥ റൂട്ടിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് അവർ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നൽകുന്ന പല ഇബാദത്തുകളും സെലിബ്രേഷനുകൾ
ഇതൊക്കെ എന്ത് ചെയ്യാണ്? വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ മുസ്ലിമിന് തീരെ ഇടപെടാൻ പാടുള്ളതല്ല. വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന കാര്യങ്ങളുമായി എങ്ങനെ സഹകരിച്ചു പോകാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്നത്. അവന് നന്മയിലും സൂക്ഷ്മതയിലും മാത്രമാണ് പരസ്പര സഹായം. പാപത്തിന്റെ പേരിൽ, ശത്രുതയുടെ പേരിൽ സഹായിക്കാൻ പാടില്ല. ബിർറ് പുണ്യത്തിന്റെ പേരിലും തഖ്വയുടെ പേരിലാണ് സഹായിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഹിദായത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ്. അത് ലഭിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആര് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ ഈ ഹുദയെ പിൻപറ്റിയവർ ഫൈമായത്തിയന്നക്കും, ആദം നബി അലൈഹി ഇസ്ലാമെ സ്വർഗത്തു നിന്ന് പുറത്താക്കിയപ്പോ അവിടെ അള്ളാഹു കൊടുത്ത ഒരു വാക്കുണ്ട്. എന്താണ്? ഒരു ഉറപ്പുണ്ട്. എന്താ? ഫൈമായത്തിയന്നക്കും മിന്നി ഹുദൻ, എന്നിൽ നിന്നുള്ള ഒരു ഹുദ നിങ്ങൾക്ക് വന്നു ചേരും, ഒരു സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് വന്നു ചേരും. അതെന്താ ചെയ്യേണ്ടത്? അതിനാരാണോ ഫോളോ ചെയ്യുന്നത്, പിൻപറ്റുന്നത്, ഫലാ യളില്ലു വലാ യഷ്ഖ, അവൻ വഴി പിഴക്കുകയില്ല, അവൻ ദൗർഭാഗ്യവാനാവുകയില്ല, കഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരായത്തിലും ഇതേ ഒരു ആശയം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയ വഴി എന്നത്. അതേപോലെ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം നടത്തേണ്ട ചില ദുആകളുണ്ട്. കാരണം നമ്മൾ പുതിയ കാലഘട്ടത്തിൽ അയാമേൻ എക്സ് മുസ്ലിം, ഞാൻ ഇസ്ലാമിനെ ഇതാ കൈയൊഴിഞ്ഞിരിക്കുന്നു, ഞാൻ എന്ന് പറഞ്ഞാൽ അവൻ മുർത്തദ്ദായി പോയിരിക്കുന്നതാണ്, ഇസ്ലാമിനെ അവൻ കൈവിട്ടിരിക്കുന്നു, അവൻ സ്വതന്ത്ര വാദം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ഇനി സ്വാതന്ത്ര്യത്തിന്റെ ലോകത്താണ്. നമുക്ക് എന്ത് സ്വാതന്ത്ര്യത്തിനാണ് ഇവിടെ തടസ്സം? അവൻ സ്വാതന്ത്ര്യത്തിനല്ലോ, എല്ലാ തിന്മകളെയും അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആശയധാരയിലേക്ക് അവൻ പോകുന്നു. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താ? റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിച്ചു കളയല്ല റബ്ബേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, നീ തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഈ ദുആ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ്. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ കൽബിനെ, ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേ. അപ്പൊ അങ്ങനെ തെറ്റിപ്പോകും. നമുക്ക് തോന്നാണ് ദുനിയാവിന്റെ ഏതെങ്കിലും പ്രേരണയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇസ്ലാമിനെ തന്നെ കൈയൊഴിയാണ്, ദീനിനെ തന്നെ കൈയൊഴിയുകയാണ്. അതൊരു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തിന്മയുടെ പോയിന്റിലായിരിക്കും കൈയൊഴിയുക. ഒരു ആബിദായ ഒരു മനുഷ്യന്റെ സംഭവം ചരിത്രത്തിൽ കാണാം. സ്വാലിഹുൽ മുഅ്മിൻ എന്നാണ് അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചത്. നല്ല മുഅദ്ദിൻ, സ്വാലിഹുൽ മുഅദ്ദിൻ, നല്ല മനോഹരമായി ബാങ്ക് വിളിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഒരു നസ്രാണിയായ ഒരു പെണ്ണിനെ കണ്ട് അദ്ദേഹം ആകൃഷ്ടയായി. അങ്ങനെ വിവാഹത്തിന് സമ്മതം ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞു, നീ മുഹമ്മദിനെ കൈയൊഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അയാൾ സ്പോട്ടിൽ പറഞ്ഞു, ഞാൻ ദീനും മുഹമ്മദിനെ നബിയെയും എല്ലാം ഞാൻ വിട്ടിരിക്കുന്നു, കൈവിട്ടിരിക്കുന്നു. കാരണം ഒരു പോയിന്റിലാണ് അയാൾ പിഴച്ചു പോയത്. അങ്ങനെ ആ സമയത്ത് അയാളുടെ മരണം സംഭവിക്കുന്നു. സ്വാലിഹുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ, നാട് മുഴുവൻ പറഞ്ഞ
ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? അയാളുടെ ആഖിബത്ത് ഇസ്ലാം കൈയൊഴിഞ്ഞവനായി മരണപ്പെടുകയാണ്. നിമിഷങ്ങൾ മാത്രമാണ് അയാൾ പിന്നീട് ജീവിക്കുന്നത്. അപ്പൊ ഏത് സമയത്തും ഇതിനെ നമ്മൾ ഭയപ്പെടണം. ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന, മുർത്തദ്ദായി പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത്ത് ഖുലൂബന, അല്ലെങ്കിൽ സബ്ബിത്ത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. സബ്ബിത്ത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, എന്റെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അള്ളാഹുവിനോടാണ് തൗഫീഖിനെ ചോദിക്കേണ്ടത്. മരിക്കുന്നത് വരെ ഈ മുഅ്മിനായി, മുസ്ലിമായി മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം അതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതേപോലെ അത്തരം ചുറ്റുപാടുകൾ ക്രമീകരിക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ, പള്ളിയുമായുള്ള ബന്ധം, നമസ്കാരവുമായി ബന്ധം, ഖുർആൻ ക്ലാസ്സുമായുള്ള ബന്ധം, പഠനവുമായി, ഇസ്ലാമിക പഠനവുമായുള്ള ബന്ധം, ഇങ്ങനെ ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അതിനുള്ള തൗഫീഖുകൾ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ആ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ പലരുമുണ്ട്, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തക, ഒരു സഹോദരി, അവരുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി വെന്റിലേറ്ററിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക്, ആ ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കെല്ലാം അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അള്ളാഹു ഇനി അവർക്ക് പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇനി നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.